ഏകദേശം 12 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി ഇനി മേലാ പ്രസവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പാരൻസിനെതിരെ കേസ് കൊടുക്കുന്നു. കാരണം ഓൾറെഡി അവരുടെ വീട്ടിൽ കുറേ കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡിന് പോലും വഴിയില്ലാതെ കഷ്ടപ്പെടുന്നു അവർ. എല്ലാവരും ഒരു ചെറിയ വീട്ടിൽ ഞെരുങ്ങിയാണ് കഴിയുന്നത്. അത്രയ്ക്ക് കഷ്ടതയാണ് അവർക്ക്. ഇവനാണ് അല്പം മുതിർന്ന കുട്ടി. സ്കൂളിൽ പോകാതെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കിട്ടുന്ന കാശിനാണ് ഫുഡ് കഴിക്കുന്നത്. അവന് ഈ ലൈഫ് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഒരു ദിവസം അവൻ്റെ ഏരിയയിൽ കട നടത്തുന്ന ഒരാൾ അവൻ്റെ അനിയത്തിക്കായി സ്നാക്സ് ഒക്കെ കൊടുത്തുവിടുന്നു. കാരണം അയാൾക്ക് ആ കുട്ടി ഒരു നോട്ടമുണ്ട്. പക്ഷേ ഇവന് അയാൾ ഇഷ്ടമില്ലാതിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ കൊടുക്കുന്ന സ്നാക്സ് ഒക്കെ വേസ്റ്റിൽ കളയുന്നു. ഒരു ദിവസം അവൾ കിടക്കുന്ന ബെഡിൽ ബ്ലഡ് കാണുന്നു. ഉടൻ തന്നെ അവൾ പാരൻസിനൊന്നും കാണാതെ അവളെ വിളിച്ചുകൊണ്ട് പബ്ലിക് ടോയ്ലറ്റിൽ പോയി ബ്ലഡ് കറയൊക്കെ വാഷ് ചെയ്ത് കളയുന്നു. ആരും കാണാതെ കടയിൽ കയറി പാഡ് എടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് ആരോടും ഇതൊന്നും പറയരുത് എന്ന് പറയുന്നു. കാരണം ഇത് അവൻ്റെ പാരൻസ് അറിഞ്ഞാൽ അവളെ ഈ കടക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് അവൻ പേടിക്കുന്നു. പക്ഷേ ഇതൊന്നും ഒത്തിരി നാൾ മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് അറിയാവുന്ന അവൻ തങ്ങളുടെ ജീവിതം പോലെ അനിയത്തിയുടെ ജീവിതം ആകരുത് എന്ന് വിചാരിച്ച് അവൻ അവളെയും കൊണ്ട് ഓടിച്ചോടാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതാ പാരൻസ് പിടിക്കുന്നു. അവൻ പേടിച്ചതുപോലെ തന്നെ ആ കടക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ആ ദേഷ്യത്തിൽ അവൻ വീട് വിട്ടിറങ്ങുന്നു. ആഹാരത്തിന് പോലും അവന് വഴിയില്ലാതാകുന്നു. എവിടെ ജോലി അന്വേഷിച്ച് പോയാലും ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു. അതെടുക്കാൻ അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. നോക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചുവിട്ട് പ്രഗ്നൻ്റായ അവൻ്റെ അനിയത്തി പ്രസവത്തോടെ മരിച്ചു പോകുന്നു. ഇതറിഞ്ഞ ദേഷ്യത്തിൽ എത്ര പറഞ്ഞിട്ട് അവളെ കല്യാണം കഴിച്ചതുകൊണ്ട് ആ കടക്കാരനെ കുത്തിയിട്ട് അവൻ ജയിലിൽ പോകുന്നു. അവൻ നല്ലൊരു ജീവിതം ജീവിക്കാനാണ് ആഗ്രഹിച്ചപ്പോൾ അവന് കിട്ടിയത് ജയിൽ ജീവിതം. അപ്പോൾ അവൻ്റെ അമ്മ വീണ്ടും പ്രഗ്നൻ്റ് ആണെന്നറിയുന്നു. അതുകൊണ്ട് വളർത്താൻ കഴിയില്ലെങ്കിൽ പ്രസവിക്കരുത് എന്ന് പാരൻസിൻ്റെ പേരോട് കേസ് കൊടുത്ത് അവൻ ഫേമസ് ആകുന്നു.